നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് സാറ്റൻ്റെ ട്രാൻസിറ്റിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. കാരണം ട്രാൻസിറ്റ് അനാലിസിസിനെ കുറിച്ച് ഒരുപാട് പേര് ചെയ്യുന്നത് കൊണ്ട് തന്നെ, പ്രത്യേകിച്ച് ശനിമാറ്റം ഓരോ രാശിക്കാർക്കും എന്തൊക്കെ ഫലമാണ് വരുന്നതെന്നൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ഞാൻ പൊതുവെ ഇപ്പം അങ്ങനെയുള്ള വീഡിയോസ് ഒന്നും അങ്ങനെ ചെയ്യാറില്ല. പക്ഷേ ഈ പ്രാവശ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശനി മൂവ് ചെയ്യുന്നത് കാലപുരുഷന്റെ മോക്ഷരാശിയിലേക്കാണ്, 12ാം ഭാവത്തിലേക്കാണ്. അതായത് കാലപുരുഷന്റെ മോക്ഷരാശി എന്ന് പറയുമ്പം കാലത്തിൻ്റെ ഒരു ക്ലെൻസിങ് പ്രോസസ്സ് നടക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ശനിയുടെ ഗോചരം നോക്കുമ്പം 7ര ശനി, കണ്ടകശനി, അഷ്ടമശനി ഒക്കെ ഉള്ളവർ എപ്പോഴും ഒരുപോലെ അങ്ങ് ആ ശനിപീഠ ഉണ്ടാവില്ല. പക്ഷെ ചില കാലങ്ങളിൽ ആ പ്രശ്നങ്ങൾ വരാം. ഒന്ന്, ശനി ഈ രാശികളിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ചിലവർക്ക് 7ര ശനി ആയിരിക്കും. അപ്പം അവർ ജനിച്ച രാശിയിൽ നിന്നും 4, 7, 10 ഭാഗങ്ങളിൽ ശനി സഞ്ചരിക്കുമ്പോൾ അത് കണ്ടകശനിയും, അതേപോലെ തന്നെ 12, 1, 2 എന്നീ ഭാവങ്ങളിലൂടെ ശനി സഞ്ചരിക്കുന്ന സമയത്ത് 7ര ശനിയും, അഷ്ടമഭാവത്തിലൂടെ ശനി സഞ്ചരിക്കുമ്പം അഷ്ടമശനിയുമാണ് അല്ലേ. അപ്പം നമ്മൾ പക്ഷെ അത് എപ്പോഴും ഒരേപോലെ വരില്ല. അതിന് ഗോചര ഭേദം ഉണ്ടാകും. ആ ഗ്രഹത്തിന്, ശനിക്ക് മറ്റ് ഗ്രഹങ്ങൾ വന്ന് ഭേദിച്ചിട്ട് ആ ശനിയുടെ ശക്തി കുറയും. ഗോചര ഭേദത്തെക്കുറിച്ചൊരു വിശദമായിട്ടുള്ളൊരു ക്ലാസ് ഞാൻ നേരത്തെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തേക്കാം, അതൊന്ന് കാണുക. ശനിക്ക് ഏതൊക്കെ രാശിയിൽ ഏതൊക്കെ ഗ്രഹങ്ങൾ വന്നാൽ വേദമായി ഭവിക്കും എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. വേദത്തെക്കുറിച്ച് വിശദമായിട്ടും ട്രാൻസിറ്റിനെ കുറിച്ച് വിശദമായിട്ടുള്ളൊരു വീഡിയോസ് ഞാൻ ആ ട്രാൻസിറ്റ് സീരീസിൽ ചെയ്തതാണ്. അത് പോയി കണ്ടു നോക്കുക, പഠിക്കുക. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ട് വേറൊരു രീതിയിൽ അനുഭവമുള്ള ഒരു കാര്യമാണ്. മോക്ഷ ത്രികോണങ്ങളായിട്ടുള്ള 4, 8, 12 ഭാവാധിപന്മാർ എപ്പോഴും ജീവിതത്തിൽ മോക്ഷത്തിന് തടയായി കിടക്കുന്ന സബ്ജക്റ്റുകൾക്ക് എന്തൊക്കെ കർമ്മങ്ങൾ കൊണ്ടാണോ മോക്ഷത്തിന് തടസ്സമായി നിൽക്കുന്നത്, അതായത് കാർമിക് പാറ്റേൺസിനെ സൊല്യൂഷൻ ആക്കി തീർക്കാൻ ധർമാർത്ഥ കാമമോക്ഷം 4-fold എയിമാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമായിട്ട് ഋഷിമാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു ടൂളായിട്ടുള്ള ജ്യോതിഷവും അത് തന്നെയാണ് പറയുന്നത്. ധർമ്മം 1, 5, 9, അർത്ഥം 2, 6, 10, അതുപോലെ തന്നെ കാമം 3, 7, 11, മോക്ഷം 4, 8, 12 ഇങ്ങനെ ഭാവങ്ങളാണ് വരുന്നത്. അതിൽ ധർമ്മത്തിലൂടെ അർത്ഥം സമ്പാദിച്ച് കാമമോക്ഷങ്ങളെ സാക്ഷാത്കരിക്കണം. അപ്പം മോക്ഷത്തിന് കാരണമാകുന്നത് 4, 8, 12 ഭാവാധിപന്മാരാണ്. അപ്പം മോക്ഷം എന്ന് പറയുന്നത് വാസ്തവത്തിൽ നമ്മുടെ കാർമിക് പാറ്റേൺസ്, ആ മനുഷ്യൻ്റെ ആത്യന്തികമായ ലക്ഷ്യമായിട്ടുള്ള പൂർണ്ണാവസ്ഥയിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഏതൊരു കാരണങ്ങളാണോ, ഏതൊക്കെ കാർമിക് പാറ്റേൺസ് ആണോ നമ്മളെ തടയിടുന്നത്, അവർ അത് അനുഭവിച്ച് തീരേണ്ടതാണെങ്കിൽ അനുഭവിപ്പിച്ച് തീർക്കുന്ന ഒരു ഗ്രഹവും കൂടിയാണ് ശനി. അപ്പം 4, 8, 12 ഭാവാധിപന്മാരുടെ ദശയും അപഹാരവും നടക്കുന്ന സമയത്ത് ഇപ്പോൾ വരുന്ന ഈ ട്രാൻസിറ്റ് നിങ്ങൾക്ക് വരുന്നെങ്കിൽ നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. ആ മേഖലയുമായിട്ട് കുറച്ചൊന്ന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1, 5, 9 ധർമ്മമാണെങ്കിൽ, നമുക്ക് നമ്മുടെ സുഹൃതങ്ങളാണെങ്കിൽ 4, 8, 12 എന്ന് പറയുന്നത് ഈ 1ൻ്റെ 12ാം ഭാവമാണ് 12, 5ൻ്റെ 12ാം ഭാവമാണ് 4, 9ൻ്റെ 12ാം ഭാവമാണ് 8. അതുകൊണ്ട് തന്നെ അത് കുറച്ച് ദുഃഖങ്ങൾ നമുക്ക് തരും. സോ ചില വേദനകളിലൂടെ കടന്നുപോയി ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും ശനി തരുന്നത്. അത് ഏതൊക്കെ ഭാവത്തിൽ എങ്ങനെയൊക്കെയാണ് ഈ വർഷം വരുന്നത് എന്നുള്ളത് നോക്കാം. പൊതുവെ 3, 6, 11 ശനി സഞ്ചരിക്കുന്ന കാലം, അതായത് ചന്ദ്രൻ നിൽക്കുന്ന രാശിയിലൂടെ ഗോചരത്തെ പ്രധാനമായിട്ടും ചിന്തിക്കുന്നത് ചന്ദ്രനെ വെച്ചിട്ടാണ്. അപ്പം 3, 6, 11 രാശികളിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ 3ാം ഭാവം, 6ാം ഭാവം, 11ാം ഭാവത്തിലൂടെ ശനി സഞ്ചരിക്കുന്ന കാലം വലിയ പ്രശ്നം ഉണ്ടാവില്ല. 5, 9 ശനി സഞ്ചരിക്കുമ്പോൾ മിശ്രഫലവും, അതുപോലെ ബാക്കിയുള്ള രാശികളിലൂടെ ശനി സഞ്ചരിക്കുമ്പോൾ ദോഷമായിട്ടും വരാനാണ് സാധ്യത. ഈ 6ാം ഭാവത്തിലൂടെ ശനി സഞ്ചരിക്കുമ്പം നിങ്ങൾക്ക് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാലപുരുഷൻ്റെ 12ാം ഭാവത്തിലേക്ക്, പൈസസ് അഥവാ മീനൻ രാശിയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആലോചിച്ച് വെക്കണം, നിങ്ങൾക്ക് 5ലോ 9ലൂടെയാണോ ശനി പോകുന്നതെങ്കിലും 3, 6,
11-ലൂടെയാണ് ശനി പോകുന്നതെങ്കിലും നിങ്ങൾക്ക് 4, 8, 12 ഭാവത്തിൻ്റെ ദശയോ അപഹാരമോ നടക്കുന്ന കാലങ്ങളിൽ ഒരു ക്ലെൻസിങ് പ്രോസസ്സ് ലൈഫിലുണ്ടാവും, ഒരു ട്രാൻസിഷൻ ലൈഫിലുണ്ടാവും. ഇത് പറയാനാണ് ഞാനിത് ചെയ്തത്. അപ്പം ഒന്നാമത്തേത്, അപ്പം ഈ പ്രാവശ്യം പൊതുവെ ദോഷം ഏതൊക്കെ രാശിക്കാർക്കാണെന്നുള്ളത് ആദ്യം നോക്കാം. മനസ്സിലാവുന്നുണ്ടോ? ഒന്നാമത്തത് മേടൻ രാശി. മേടൻ രാശിക്കാർക്ക് 7.5 ശനി തുടങ്ങുക. അശ്വതി ഭരണി കാർത്തികയുടെ 1-ാം പാദം ചേരുന്ന മേടൻ രാശിക്കാർക്ക് 7.5 ശനി തുടങ്ങും. അപ്പോൾ 12-ലെ ശനിയാണ്. അതുപോലെ തന്നെ മിഥുനൻ രാശിക്കാർക്ക് 10-ാം ഭാവത്തിലെ ശനിയാണ്. 10-ലെ കണ്ടക ശനിയാണ്. മിഥുനൻ രാശിക്കാർക്ക് മകയിരത്തിൻ്റെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യ 3 പാദം ചേരുന്നവർക്ക് കണ്ടകശനിയും, മകം, പൂരം, ഉത്തരത്തിൻ്റെ ആദ്യ പാദം ചേരുന്നവർക്ക് അഷ്ടമശനിയും. അഷ്ടമശനിക്ക് തൊടുന്നതെല്ലാം കുറ്റം എന്നാണ്. അപ്പം അഷ്ടമശനി കാലഘട്ടത്തിൽ 4, 8, 12 ഭാവത്തിൻ്റെ അധിപന്മാരുടെ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശയോ അപഹാരമോ വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഉത്തരം, മുക്കാല്, അത്തം, ചിത്തിരയുടെ അര ചേരുന്ന കന്നിക്കൂറുകാർക്ക് 7-ാം ഭാവത്തിലെ ശനിയാണ്. കൂട്ടുകച്ചവടവും ദാമ്പത്യ ദുരിതവുമാണ് ഫലം. അപ്പം അത് ശ്രദ്ധിക്കണം. ധനു, മൂലം, പൂരാടം, ഉത്തരാടത്തിൻ്റെ ആദ്യ പാദം ചേരുന്ന ധനുരാശിക്കാർക്ക് 4-ലെ കണ്ടകശനിയാണ്. വണ്ടി, വാഹനം, കുടുംബം, അമ്മ, സുഖം ഇത്യാദി വിഷയങ്ങളിൽ പ്രധാനമായിട്ടും ദുഃഖങ്ങളും നഷ്ടങ്ങളും വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കുംഭം, അവിട്ടത്തിന് ആ ലാസ്റ്റ് 2 പാദം, ചതയം, പൂരുരുട്ടാതിയുടെ 3 പാദങ്ങൾ ചേരുന്ന കുംഭക്കൂറുകാർക്ക് ശനി 2-ലൂടെയാണ്. 7.5 ശനിയുടെ ലാസ്റ്റ് പോർഷനാണ്. 2-ാം ഭാവം കുടുംബം, അതുപോലെ ധനം, സമ്പത്ത് ഇത്യാദി വിഷയങ്ങളാണ് മെയിൻ. അപ്പം ഈ 2.5 വർഷവും ഒരുപോലെ ശനി വരുമോ എന്ന് ചോദിച്ചാൽ വരത്തില്ല. ഞാനിപ്പോൾ പറഞ്ഞ പോലെ വേദങ്ങൾ വരും. മറ്റ് ഗ്രഹങ്ങൾ, ഫാസ്റ്റ് മൂവിങ് പ്ലാനറ്റ്സിൻ്റെ ഈ യാത്രകൾ കാരണം വേദിക്കും, ശനിയുടെ ഈ ശക്തി കുറയ്ക്കും. അതുപോലെ തന്നെ സുഹൃത ഗ്രഹങ്ങളുടെ നമുക്ക് സുഖം അനുഭവിക്കാനുള്ള ഭാഗ്യം അന്ന് 5, 9 ഭാവാധിപന്മാരുടെയൊക്കെ ദശയോ അപഹാരവോ ഒക്കെ നടക്കുന്ന സമയത്ത് കണ്ടകശനി വരത്തില്ല. പിന്നെ മൂന്നാമത് ധാരാളം സുഹൃതം ചെയ്യുന്ന ആൾക്കാർക്കും കണ്ടകശനിയോ അഷ്ടമശനിയോ ഒന്നും അങ്ങനെ വലുതായിട്ട് ബാധിക്കത്തില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആരാണ്? നിങ്ങൾക്ക് 4, 8, 12 ഭാവത്തിൻ്റെ അധിപന്മാരുടെ ദശയോ അപഹാരവോ നടക്കുന്നുണ്ടെങ്കിൽ 4, 8, 12 ഭാവത്തിൻ്റെ അധിപന്മാരുടെ നക്ഷത്രങ്ങളിലാണ് നിങ്ങളുടെ ശനി ജാതകത്തിൽ നിൽക്കുന്നത് എങ്കിൽ, അതുപോലെ തന്നെ 4, 8, 12 ഭാവത്തിൽ നിൽക്കുന്ന ഏതെങ്കിലും ഗ്രഹങ്ങളാണ് നിങ്ങളുടെ ദശയോ അപഹാരമോ നടത്തുന്നത് എങ്കിൽ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സണൽ ഗ്രോത്ത് നിങ്ങൾക്കുണ്ടാവും. പക്ഷേ റെസൊല്യൂഷൻ ഓഫ് കാർമിക് പാറ്റേൺ, അതായത് കർമ്മത്തിൻ്റെ പാറ്റേണിൽ ഒരു മാറ്റം ഉണ്ടാക്കുമെങ്കിലും ചില വേദനകൾ, ചില ബുദ്ധിമുട്ടുകൾ, ചില അസ്വസ്ഥതകൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. പ്രധാനമായിട്ടും ജന്മശനിക്ക് ഒറ്റപ്പെടലാണ്. ഒറ്റപ്പെടൽ എല്ലാം ഉണ്ടായിട്ടും ഒരു ഉൾവലിയുന്ന ഒരവസ്ഥ. 2-ാം ഭാവത്തിൽ ജോലി, ധനം, വിദ്യാഭ്യാസം എന്നീ വിഷയങ്ങളിലുള്ള ഇത്. അപ്പം കുംഭക്കൂറുകാർക്ക് കൂടുതലും 2-ാം ഭാവമായിട്ടും ജോലി, വിദ്യാഭ്യാസം, ധനം ഇത്യാദി വിഷയങ്ങളുമായിട്ടൊക്കെയുള്ള ബുദ്ധിമുട്ടുകളും. 7.5 ശനി, അതായത് അശ്വതി ഭരണി കാർത്തികയുടെ 1-ാം പാദം ചേരുന്ന 7.5 ശനി തുടങ്ങുമ്പോൾ അത് മോക്ഷഭാവമാണ് 12. അപ്പം നഷ്ടവും മോക്ഷവും, അതായത് നമ്മുടെ ലൈഫിൻ്റെ പാറ്റേൺ തന്നെ മാറുന്നതും, അതുപോലെ തന്നെ തിരിച്ചടികൾ. 4, 8, 12 ഭാവം എന്ന് പറയുന്നത് പൂർവജന്മമായിട്ടുള്ള, അതായത് ഈ കഴിഞ്ഞ നിമിഷം വരെയുള്ള സമയങ്ങളിൽ നമ്മൾ ചെയ്തിട്ടുള്ള കർമ്മഫലത്തിൻ്റെ ആകത്തുകയാണ് മോക്ഷത്തിന് തടസ്സമായി നിൽക്കുന്നത്. മോക്ഷത്തിന് തടസ്സമായി നിൽക്കുന്ന വിഷയങ്ങൾ എന്താണോ അതെല്ലാം ശനി നമുക്ക് കാണിച്ചു തരും. അപ്പം 4, 8, 12 ഭാവത്തിൻ്റെ അധിപന്മാരുടെ ദശയോ അപഹാരമോ നടക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധയോടെ വേണം അടുത്ത ഒരു 2.5 വർഷം ജീവിതത്തെ നോക്കാൻ. പ്രത്യേകിച്ച് കാലപുരുഷൻ്റെ മോക്ഷസ്ഥാനത്തേക്ക് ശനി വരുമ്പം സ്വാഭാവികമായിട്ട് മോക്ഷമാർഗത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ലോകത്ത് അടുത്തൊരു 2.5 വർഷം ധാരാളമായിട്ടുണ്ടാവും. എന്നാൽ ഭൗതികപരമായിട്ടുള്ള പല വിഷയങ്ങളിലും അതല്ലാതെ തന്നെ നേച്ചറിലുമൊക്കെ ഒരു ഉടച്ച് വാർപ്പ് ഉണ്ടാവും. അതായത് ഒന്ന് ഉടഞ്ഞ് ഒന്ന് ഒലഞ്ഞ് ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ
ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പം സാറ്റേൺ അഥവാ ശനി അക്വേറിയസിൽ നിന്നും, ഇപ്പോൾ കുംഭൻ രാശിയിലാണ് നിൽക്കുന്നത്, കുംഭത്തിൽ നിന്നും പൈസസ് അഥവാ മീനൻ രാശിയിലേക്ക് മാർച്ച് 29, 2025 രാത്രി 10:29 ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം 10:29 കൂടിയിട്ട് പൂർണ്ണമായിട്ടും പൈസസിലേക്ക് പോവും, മീനൻ രാശിയിലേക്ക് പോവും. 22 ഫെബ്രുവരി 2028 7:14 രാത്രിയിൽ പൂർണ്ണമായിട്ടും മേടൻ രാശിയിലേക്കും പോകും. ഇതിനിടയ്ക്ക് മേടൻ രാശിയിലേക്ക് വരും, പക്ഷേ റെട്രോഗ്രേഡ് അടിച്ചിട്ട് വീണ്ടും തിരിച്ചു വരും. 2027 ഒരു കാലഘട്ടത്തിലാണ് വരുന്നത്. മുന്നോട്ട് പോയിട്ട് ഡയറക്റ്റ് മോഷനിൽ പോയിട്ട് വീണ്ടും റെട്രോഗ്രേഡ് വന്നിട്ട് പിന്നെ ഡയറക്റ്റ് മോഷനിൽ വന്നിട്ട് ഏകദേശം 22 ഫെബ്രുവരി 2028 7:14 PM IST ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയത്തിലാണ് പൂർണ്ണമായിട്ടും സാറ്റ് ട്രാൻസിറ്റ് വരുന്നത് ഏരീസിലേക്ക് അഥവാ മേടൻ രാശിയിലേക്ക് വരുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ ബേസിക്കായിട്ട് പറയാൻ. കണ്ടകശനിയായിട്ട് വരുന്നവർ അത് കൂടുതൽ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഭൗതിക വിഷയങ്ങളിലായിരിക്കും അത് വരുന്നത്. കണ്ടകശനി വരുന്നത് ആർക്കൊക്കെയാണെന്ന് ചോദിച്ചാൽ മിഥുനക്കൂറുകാർക്ക്, കന്നിക്കൂറുകാർക്ക്, ധനുക്കൂറുകാർക്ക്, ഇത്രയും പേർക്കാണ് കണ്ടകശനി വരുന്നത്. അപ്പം മിഥുനക്കൂറിൽ വരുന്ന ഏതാണ്? മകയിരത്തിൻ്റെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യ 3 പാദങ്ങളാണ്. അവർക്ക് ജോലി സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ, തൊഴിൽ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിലുമൊക്കെ പ്രശ്നങ്ങൾ വരാനും തൊഴിലിടത്ത് പ്രശ്നങ്ങൾ വരാനും ഒക്കെയുള്ള സാധ്യതകളായിരിക്കും കൂടുതൽ. അതേപോലെ തന്നെ തൊഴിലിലൊരു മാറ്റം, തൊഴിലിൽ മടി, അലസത ഒക്കെ പ്രശ്നങ്ങൾ വരാം. അടുത്തത് 7 കന്നിക്കാർക്ക്. കന്നി ഏതാണ്? ഉത്തരത്തിൻ്റെ മുക്കാല്, അത്തം ചിത്രയുടെ ആദ്യ 2 പാദങ്ങൾ അല്ലേ? അപ്പം കന്നിക്കൂറുകാർക്ക് എന്താ വേണ്ടത്? അവർ കുടുംബപരമായിട്ടും ബിസിനസ് പരമായിട്ടും റിലേഷൻഷിപ്പിലും അതുപോലൊക്കെയുള്ള വിഷയങ്ങളിൽ പോയി പെടാനും അല്ലെങ്കിൽ ഫാമിലിയിൽ, അതായത് ദാമ്പത്യ ജീവിതത്തിൽ ദുരിതാനുഭവങ്ങൾ വരാനും ഒക്കെയുള്ള സാധ്യതകളുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പം ഇതൊക്കെ ചിലപ്പോൾ നമ്മൾ ചെയ്ത കർമ്മഫലത്തിൻ്റെ ബാക്കിപത്രമായിട്ടുള്ളതും അറിഞ്ഞോ അറിയാതെ കിടക്കുന്നതിൻ്റെയൊക്കെ ബാക്കിപത്രമായിട്ടൊക്കെ ചില പ്രശ്നങ്ങൾ വരാം, ശ്രദ്ധിക്കണേ. അതുപോലെ തന്നെ മൂലം, പൂരാളം, ഉത്രാടം എന്നീ ഭാഗത്തിൽ വരുന്ന ധനുക്കൂറുകാർക്ക് 4 വണ്ടി വാഹനങ്ങൾ, സുഖം, വീട്, പരദേവത, കുടുംബം, കുടുംബത്തിലെ ദുഃഖാനുഭവങ്ങൾ, അലസത, രോഗങ്ങൾ, അലച്ചിൽ ഇത്യാദി കാര്യങ്ങൾ വരാം കേട്ടോ. അപ്പോൾ ഇവർക്കൊക്കെയാണ് കണ്ടകശനി വരുന്നത്. ശനി നിൽക്കുന്ന മീനത്തിലാണ്. അപ്പം മിഥുനക്കാർക്കും കന്നിക്കാർക്കും അതുപോലെ ധനുക്കാർക്കും കണ്ടകശനിയും. മേടക്കാർക്ക് 7.5 ശനി, 12 ശനിയാണ്. ഇനി അടുത്ത 7.5 വർഷം അവർക്ക് 7.5 ശനിയുണ്ട്. അപ്പോൾ തുടക്കം വലിയ പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ എന്നാലും മുന്നോട്ട് പോകുമ്പോൾ ജാതകത്തിൽ മോശ സമയങ്ങൾ വരുമ്പോൾ നഷ്ടങ്ങൾ, കർമ്മഫലത്തിൻ്റെ ബാക്കിപത്രങ്ങൾ, ദ റെസൊല്യൂഷൻ ഓഫ് കാർമിക് പാറ്റേൺ, അതായത് കർമ്മം ബോണ്ടിങ്, മോക്ഷഭാവമല്ലേ 12 അപ്പം അതിൻ്റെ ഒരു ക്ലെൻസിങ് എന്തായാലും നടക്കും. നഷ്ടങ്ങളുണ്ടാവും. നമ്മൾ അപ്രതീക്ഷിതമായിട്ടുള്ള തിരിച്ചടിയാണ് 12. ജന്മശനി വരുന്നവർ ആരൊക്കെയാണെന്നറിയാവും? ആരൊക്കെയാണ്? ഉത്രട്ടാതി, പൂരുരുട്ടാതിയുടെ അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രത്തിലുള്ളവർക്ക് ജന്മശനിയാണ്. ഒറ്റപ്പെടലാണ്. അപ്പം ഒറ്റപ്പെടലിലൂടെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ രോഗം വരാം, ഹെൽത്ത് ഇഷ്യൂസൊക്കെ വരാം. പിന്നെ ഈഗോ സംബന്ധമായിട്ട് അപകർഷതാബോധവും ഈഗോയും സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാം. ഓവർ കോൺഫിഡൻസ് വന്നിട്ട് പ്രശ്നങ്ങൾ വരാം. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ജന്മശനിയും അഷ്ടമശനിയുമാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ശനി വന്നു എന്ന് നമുക്കറിയാൻ പറ്റുന്ന പലപ്പോഴും ജന്മശനിക്കും അഷ്ടമശനിക്കും ഒരു ട്രാൻസിഷൻ, ഒരു മാറ്റം ഉറപ്പായിട്ടും അവർക്ക് ജീവിതത്തിലുണ്ടാകും. പക്ഷെ അത് ഈശ്വരനെ ആശ്രയിച്ച് കഴിഞ്ഞാൽ അതൊരു ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും, ലൈഫിൽ നന്നായിട്ട് മാറുകയും ചെയ്യും. അപ്പം ഞാൻ റെമഡീസ് പറയാം. ഒന്നാമത്തേത്, ശബരിമല ശാസ്താവിനെ ആശ്രയിക്കുക, യോഗശാസ്താവിനെ ആശ്രയിക്കുക ഒന്നാമത്തേത്. അതല്ലാതുള്ള ശാസ്താക്ഷേത്രങ്ങളിൽ എള്ളുപായസവും അതുപോലെ തന്നെ നീരാഞ്ജനവും എല്ലാ ശനിയാഴ്ചയും ചെയ്യുക. സാമ്പത്തികമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എള്ളുകൊണ്ടൊരു തുലാഭാരം നടത്തുകയും ചെയ്യുക. കണ്ടകശനി, അഷ്ടമശനി, 7 ശനി ഉള്ളവരെല്ലാം അതുപോലൊപ്പം തന്നെ 4, 8, 12 ഭാവാധിപന്മാരുടെ ദശയോ അപഹാരമോ നടക്കുന്നുണ്ടെങ്കിൽ ആ ദശയ്ക്കോ അപഹാരത്തിനും വേണ്ട ശക്തമായ പരിഹാരങ്ങൾ ക്ഷേത്രങ്ങളിൽ
അതുപോലെ തന്നെ 4, 8, 12 ഭാവാധിപന്മാരുടെ അപഹാരമോ ദശയോ നടക്കുന്നുണ്ടെങ്കിൽ ആ വിഷയത്തിനുള്ള ശക്തമായ പരിഹാരങ്ങൾ നമ്മൾ ഓരോ ഗ്രഹവും ഏതാണെന്ന് നോക്കിയിട്ട് അതിനുള്ള പരിഹാരങ്ങൾ എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് സീരീസ് ഉണ്ട്. അതിലുള്ളത് നോക്കിയിട്ട് അതിൻ്റെ അതിദേവതാ ക്ഷേത്രങ്ങളിൽ പോയി തൊഴുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് സാധനയ്ക്ക് വേണ്ടിയുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുന്നതും ഒരു സാധനയാണ്. അത് തന്നെ ഒരു പരിഹാരവും കൂടിയാണ്. ക്ഷേത്ര ദർശനം തന്നെ ഒരു സാധനയാണ്. വിധിയാവണ്ണം അത് ചെയ്താൽ അതിനുള്ള ഫലം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് അതിൻ്റെ 4, 8, 12 ഭാവാധിപന്മാരുടെയോ 4, 8, 12 നിൽക്കുന്ന ഗ്രഹങ്ങളുടെയോ അതിദേവതയ്ക്ക് ദശയോ അപഹാരം നടക്കുന്നുണ്ടെങ്കിൽ അതിദേവതയ്ക്ക് ശക്തമായ പരിഹാരം ചെയ്യുകയും ശനിയുടെ പരിഹാരമായിട്ടുള്ള ശാസ്താവിനെയും ആശ്രയിക്കുകയും അതുപോലെ ശനിയുടെ പരിഹാരമായിട്ട് ഹനുമാൻ സ്വാമിയെ ആശ്രയിക്കാം. അതുപോലെ തന്നെ ശനിയുടെ പരിഹാരമായിട്ട് വേട്ടയ്ക്കരൻ അല്ലെങ്കിൽ കിരാതമൂർത്തി തുടങ്ങിയിട്ടുള്ള ദേവതകളെ ആശ്രയിക്കാം. ശനിയുടെ പരിഹാരമായിട്ട് മൃത്യുഞ്ജയ ഹോമം കഴിക്കാം, ശിവന് ധാര കഴിക്കാം. അതേപോലെ ഒരു കിരാത സ്വഭാവമുള്ള ശിവക്ഷേത്രങ്ങളിൽ യഥാശക്തി വഴിപാടും കഴിക്കാം. ശനിയുടെ ദ്രവ്യം എള്ളാണ്, അതുകൊണ്ട് എള്ളുകൊണ്ട് തുലാഭാരം കഴിക്കുകയോ എള്ളുകൊണ്ട് ഹോമം കഴിക്കുകയോ ഒക്കെ ചെയ്യാം. അതുപോലെ തന്നെ ശനി പഴയതാണ്, പൂർവിക വിഷയങ്ങളെയും അതുപോലെ തന്നെ പുരാതനമായിട്ടുള്ള നിങ്ങളുടെ കുടുംബക്ഷേത്രം പുരാതനമായിട്ടുള്ള ക്ഷേത്രങ്ങളെ ആശ്രയിക്കുകയും പൂർവിക വിഷയങ്ങളെ ആശ്രയിക്കുകയും ചെയ്താൽ, പൂർവിക വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ പൂർവാചാരങ്ങളെയും അതേപോലെ പിതൃക്കളെയൊക്കെ നന്നായിട്ട് ആശ്രയിക്കുകയൊക്കെ ചെയ്താൽ പിതൃക്കൾ, കുടുംബക്ഷേത്രം, അതുപോലെ തന്നെ ശനിയുടെ അതിദേവതയായിരിക്കുന്ന ശാസ്താവ്, ഹനുമാൻ സ്വാമി, വേട്ടക്കരുമാൻ തുടങ്ങിയിട്ടുള്ള ദേവതകളെ യഥാശക്തി വഴിപാടുകൾ കൊണ്ട് ആശ്രയിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്താൽ ശനിപീഡയിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റും. പഞ്ചാക്ഷരം ജപിക്കാൻ ധാരാളം. അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ ഹോമവും ധാരയും ഒക്കെ കഴിക്കാം. നന്നായിട്ട് പ്രാർത്ഥിക്കാം. മെഡിറ്റേഷൻ, ധ്യാനം യോഗത്തിൻ്റെ കാരകനാണ്, ധ്യാനത്തിൻ്റെ കാരകനാണ്. ധ്യാനം ശനിപ്രീതിക്ക് വളരെ വിശേഷപ്പെട്ട ഒരു കാര്യമാണ്. ധ്യാനം നന്നായിട്ട് ഒരു അരമണിക്കൂറെങ്കിലും, പ്രത്യേകിച്ച് ശനിയുടെ കാലഹോരാ സമയങ്ങൾ നോക്കിയിട്ട് ആ സമയങ്ങളിൽ ശനിക്ക് പ്രീതി വരുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും കൂടി ചെയ്ത് ശ്രദ്ധയോടെ മുന്നോട്ട് പോയാൽ വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല. അതോടൊപ്പം എപ്പോഴും ഇതുണ്ടാവുമെന്ന് ചോദിച്ചാൽ ഇല്ല. ഞാൻ പറഞ്ഞു, ഗ്രഹവേദം പറഞ്ഞു. ഈ ശനി ഒരു മീനത്തിൽ നിന്നാൽ മറ്റ് രാശികളിലൂടെ പല ഗ്രഹങ്ങൾ, ഈ ബാക്കിയുള്ള 8 ഗ്രഹങ്ങൾ സഞ്ചരിക്കുമ്പോഴും വേദം വരും ശനിക്ക്. അപ്പോൾ ശനിയുടെ ആ ഒരു കണ്ടകശനിയുടെ എഫക്റ്റ് വരത്തില്ല. മറ്റ് ഗ്രഹങ്ങളുടെ എനർജി കൊണ്ടും ഇൻഫ്ലുവൻസ് കൊണ്ടും അത് കറക്റ്റായിട്ട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും? അതെന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേദത്തെക്കുറിച്ച് പറയുന്ന വീഡിയോസ് കാണുക. ശനിയുടെ കൂടുതൽ പരിഹാരം എന്താണെന്ന് മനസ്സിലാക്കാൻ താഴെ ഇവിടെ ശനിയുടെ പരിഹാര വീഡിയോസ് കൊടുക്കുന്നുണ്ട്. ആ വീഡിയോസ് കണ്ട് ശനീശ്വരൻ്റെ പരിഹാരം എന്താണെന്നുള്ളത് കണ്ടെത്തുകയും കൂടെ ചെയ്തുകൊള്ളുക. വിശുദ്ധമായിട്ട് അതിനകത്ത് ശനിയുടെ പരിഹാരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതും കണ്ടെത്തി ചെയ്ത് ഭംഗിയായിട്ട് പോവുക. അവസാനമായിട്ടൊരു കാര്യം പറയാം. എന്തൊക്കെ കഷ്ടപ്പാടുകൾ തന്നാലും, ശനിയുടെ കാലഘട്ടത്തിൽ എന്തൊക്കെ അലഞ്ഞാലും, നമ്മുടെ കംഫോർട്ട് സോണുകളൊക്കെ പൊളിഞ്ഞു പോയാലും, നമുക്കതിഷ്ടമല്ല, എന്നിരുന്നാൽ പോലും നമ്മുടെ കംഫോർട്ട് സോണുകളൊക്കെ പൊളിഞ്ഞു പോയാലും അവസാനം നമ്മൾ മാറിയിട്ടുണ്ടാവും. നമ്മുടെ മെൻ്റൽ ട്രാൻസ്ഫോർമേഷൻ വല്ലാണ്ട് ഉണ്ടായിട്ടുണ്ടാവും. അതുപോലെ ലൈഫിലൊരു ക്ലാരിറ്റിയും ഒരു മെച്യൂരിറ്റിയും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ശനീശ്വരൻ അടുത്ത 2.5 വർഷം മീനത്തിലാണ്, കാലപുരുഷൻ്റെ മോക്ഷരാശിയിലാണ് നിൽക്കുന്നത്. ശനിയുടെ പരിഹാരമായിരിക്കുന്ന പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ ചെയ്യാൻ ഭാഗ്യം വരട്ടെ. അതുപോലെ ഭിക്ഷക്കാർക്കും അതുപോലെ സാധുക്കൾക്കും ഒക്കെ അന്നം വസ്ത്രങ്ങളൊക്കെ ദാനം ചെയ്യുന്നതും വിശേഷമാണ്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയട്ടെ. കാലപുരുഷൻ്റെ മോക്ഷരാശിയിലേക്കല്ലേ ശനി പ്രവേശിക്കുന്നത്. ശനി ദണ്ഡകാരകനും കൂടി. അപ്പം നമ്മുടെ കർമ്മത്തെ ക്ഷയിപ്പിച്ച് മുക്തിയിലേക്ക് നയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളും കൂടി. അതായത് പൊതുവെ ഒരു ജഡ്ജിനെ പോലെയാണ്, വിധിയെ തീർപ്പാക്കുന്ന ആളും കൂടി. അപ്പം വ്യാഴത്തിൻ്റെ ഹീലറിൻ്റെ രാശി, അതായത് സ്പിരിച്വൽ ഹീലറാണ് വ്യാഴം. വ്യാഴത്തിൻ്റെ നക്ഷത്രത്തിൻ്റെ അവസാന പാദത്തിലേക്കൂടാണ് പോകുന്നത്. അതോടൊപ്പം തന്നെ വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും ഇൻഫ്ലുവൻസ് ഉള്ള രാശിയാണ്. ശുക്രൻ്റെ ഉച്ചരാശിയാണ് ഭൗതികപരമായിട്ട്. അപ്പം 2 പേർക്കും, വ്യാഴത്തിനും ശുക്രനും, രണ്ടും ശുക്രാചാര്യരും ബൃഹസ്പതിയാണ്. അപ്പം 2ഉം ഹീലേഴ്സാണ്. അപ്പോൾ സ്പിരിച്വൽ ഹീലേഴ്സിന് ഏറ്റവും കൂടുതൽ ബലമുള്ള, സ്പിരിച്വൽ ഹീലിങ്ങിന് ബലമുള്ള സ്ഥലത്തേക്കാണ് ശനി എന്ന് പറയുന്ന ഗ്രഹം, യോഗയുടെ മുക്തിയുടെ കാരകനായ ഗ്രഹം
അങ്ങോട്ട് വരുന്നത്. ഏതൊക്കെ ആൾക്കാർക്കാണെങ്കിലും നെക്സ്റ്റ് 2.5 years സ്പിരിച്വാലിറ്റിയെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ഒക്കെ ചെയ്താൽ പല പല പ്രശ്നങ്ങൾ ജീവിതത്തിൽ വലിയ വലിയ കോളിളക്കങ്ങൾ ഉണ്ടായാലും വീട്ടിലും സമൂഹത്തിലും ചുറ്റുപാടുകളിലുമൊക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാലും നമുക്ക് അതിലൊരു ഗ്രോത്ത്, ഒരു സെൽഫ് ഗ്രോത്ത്, അനുഭവങ്ങൾ കൊണ്ട് നമ്മുടെ കാഴ്ചപ്പാടിലൊക്കെ വരുന്ന മാറ്റങ്ങൾ എല്ലാം ഉണ്ട്. അപ്പം ഉപയോഗിക്കേണ്ട കാലമാണ്. ഇനി എത്ര വർഷം കഴിഞ്ഞ് 32 വർഷം കഴിഞ്ഞിട്ടേ തിരിച്ചിങ്ങോട്ട് വരത്തുള്ളൂ ഈ രാശിയിലേക്ക് ശനി. അതുകൊണ്ട് തന്നെ ഈ കാലയളവ് കൃത്യമായിട്ട് ഉപയോഗിക്കുക, ഈശ്വര കാര്യങ്ങൾ ചെയ്യുക, അതുപോലെ തന്നെ നന്നായിട്ട് പ്രാർത്ഥിക്കുക, നന്നായിട്ട് ധ്യാനിക്കുക, നന്നായിട്ട് യോഗ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ ശനിയുടെ കാരകതത്തിൽ സന്ധിവേദനയൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ തെറാപ്പി, നമ്മൾ എണ്ണയൊക്കെ തേച്ച് കുളിക്കത്തില്ല, അങ്ങനെ തേച്ച് കുളിയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുക. ശാസ്താവിനെ ആശ്രയിക്കുക, നന്നായിട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. ശനി ഈശ്വര സ്വാമി അനുഗ്രഹിക്കട്ടെ. ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ്, 12ാം ഭാവത്തിൽ വരുമ്പോൾ മോക്ഷ വിഷയത്തിലേക്ക് നമ്മൾ കുറച്ചൊരു ശ്രദ്ധ കൊടുത്താൽ ശനിയുടെ കാലഹോരകൾ, ശനിയുടെ കാലഘട്ടങ്ങൾ നമ്മുടെ ജാതകത്തിൽ വരുന്നതൊക്കെ കൂടെ നോക്കിയിട്ട് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അറിയാതെ അങ്ങ് പോകും, പലതും കാര്യങ്ങൾ നമുക്ക് കടന്നു പോകാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ എല്ലാവരെയും ശനീശ്വര സ്വാമി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.